ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി നിയമം 2026 സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. OCI കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളിൽ മാറ്റം. കേരളത്തിൽ 16ാം നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 3 ദിവസം. അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും വിധിയെഴുത്ത് തിങ്കളാഴ്ച. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 43 ഇടങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജം. പശ്ചിമബംഗാളിലെ 15 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നാളെ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇടുക്കി മംഗളാദേവി ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് 8 പേർക്ക് പരിക്ക്. $14 ദശലക്ഷം മൂല്യമുള്ള 657 മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകി അമേരിക്ക. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. 140 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ മാസം 9-നാണ് വോട്ടെടുപ്പ് നടന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം തടയുന്നതിന് QR കോഡ് അധിഷ്ഠിത പുതിയ സംവിധാനം നടപ്പാക്കും. കേരളത്തിന് പുറമെ തിരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. തുടർന്ന് EVMകളിലേക്ക് കടക്കും. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. പശ്ചിമബംഗാളിലെ 15 പോളിംഗ് കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. മാഗ്രാഹാത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുക. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, വരണാധികാരികൾ എന്നിവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റീപോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുന്നോടിയായി പശ്ചിമബംഗാളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വോട്ടെണ്ണൽ നടക്കുന്ന 77 കേന്ദ്രങ്ങളിൽ 1850 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. CCTV ഉൾപ്പെടെയുള്ള ത്രിതല സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ വാഹനങ്ങൾ അനുവദിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൂടാതെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം 2026 സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വിദേശ ഇന്ത്യക്കാർക്കുള്ള ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ OCI കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടിനൊപ്പം മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ട് കൈവശം വയ്ക്കാൻ സാധിക്കില്ല. OCI രജിസ്ട്രേഷൻ, റദ്ദാക്കൽ തുടങ്ങിയവയ്ക്കുള്ള അപേക്ഷകൾ ഇനി ഓൺലൈൻ പോർട്ടൽ വഴി മാത്രം സ്വീകരിക്കും. രേഖകൾ സമർപ്പിക്കുന്നതിന് ഇലക്ട്രോണിക് OCI സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ അപേക്ഷകർ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സമ്മതപത്രവും നൽകണം. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. 75 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുശേഷിപ്പുകളുടെ പ്രദർശനം നടക്കുന്നതെന്നും ഇത് കേവലം മതപരമായ ചടങ്ങ് മാത്രമല്ലെന്നും ചരിത്ര പ്രാധാന്യമുള്ള പുനഃസമാഗമമാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. मुझे पूरा विश्वास है कि लद्दाख के, कारगिल के सभी बुद्ध के अनुयायी और अन्य मतों के अनुयायी भी भगवान बुद्ध के पवित्र अवशेषों से दिव्य अनुभूति का एहसास करेंगे. आज यहाँ पर भगवान बुद्ध के पवित्र अवशेषों को लोगों के दर्शन के लिए खुला रखने का कार्यक्रम हो रहा है. आज ये एक प्रकार से धार्मिक आयोजन तो है ही, मगर एक ऐतिहासिक मिलन भी है. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു.
മധ്യപ്രദേശിലെ ജബൽപൂരിലുണ്ടായ ബോട്ട് അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകും. അപകടത്തിൽ 9 പേർ മരിക്കുകയും 11 പേരെ കാണാതാവുകയും ചെയ്തു. അസം മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെ വ്യാജ പ്രസ്താവനകൾ നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് സുപ്രീം കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസുമായി ബന്ധപ്പെട്ട ഇരു വിഭാഗങ്ങളുടെയും ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. 14 ദശലക്ഷം ഡോളറിലേറെ മൂല്യമുള്ള 657 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരിച്ചു നൽകി അമേരിക്ക. മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണിയാണ് ഇക്കാര്യം അറിയിച്ചത്. കള്ളക്കടത്ത് ശൃംഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പുരാവസ്തുക്കൾ വീണ്ടെടുത്തത്. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന പദവിയിൽ. വിശദാംശങ്ങളിലേക്ക്. 2016 ഏപ്രിൽ 11 ആരംഭിച്ച UPI സംവിധാനം സാമ്പത്തിക ഉൾച്ചേർക്കലിനും തടസ്സമില്ലാത്ത വ്യാപാരത്തിനും വലിയ കരുത്താണ് നൽകുന്നത്. ആരംഭിച്ച ആദ്യ മാസത്തിൽ 373 ഇടപാടുകൾ മാത്രമാണ് നടന്നത്. എന്നാൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 24,162 കോടി ഇടപാടുകൾ UPI വഴി നടന്നു. നിലവിൽ പ്രതിദിനം ഏകദേശം 66 കോടി ഇടപാടുകളാണ് നടക്കുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളുടെ 85% ഇപ്പോൾ UPI വഴിയാണ്. കൂടാതെ ലോകത്തിലെ മൊത്തം ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളുടെ പകുതിയോളം UPI വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. അതേസമയം വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മംഗളാദേവി ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസുകാരൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക്. ഇടുക്കി DHQവിലെ CPO അൻസാർ, തിരുവനന്തപുരം ആഴിമല സ്വദേശി വിഷ്ണു, തൃശൂർ സ്വദേശിനി രമ്യ എന്നിവരാണ് പരിക്കേറ്റ മലയാളികൾ. മറ്റ് 3 പേർ തമിഴ്നാട് സ്വദേശികളാണ്. പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ബാറ്റിംഗ്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡീസലിന്റെയും വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ കുറച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 23 രൂപയായും വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 33 രൂപയായുമാണ് കുറച്ചത്. അതേസമയം പെട്രോളിന് കയറ്റുമതി തീരുവയിൽ നിലവിലെ സ്ഥിതി തുടരും. ആഭ്യന്തര ഉപഭോഗത്തിനായി അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്യുന്ന പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റമില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് രാജ്യത്തെ മൊത്തം ഉപഭോഗത്തിന്റെ ഏകദേശം 90%. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോ LPG സിലിണ്ടറുകളുടെ വിലയിലും മാറ്റം വരുത്തിയിട്ടില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനയിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഹോട്ടലുകൾ ബുധനാഴ്ച അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത സംവിധായകൻ ആശുതോഷ് ഗോവാരിക്കർ 57ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ അധ്യക്ഷനാകും. ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ ആവുക എന്നത് ഏറെ അഭിമാനവും സന്തോഷവും പകരുന്നതായി അദ്ദേഹം പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൗരത്വ ഭേദഗതി നിയമം 2026 സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. OCE കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളിൽ മാറ്റം. കേരളത്തിൽ 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 3 ദിവസം. അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ജനവിധി തിങ്കളാഴ്ച. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 43 ഇടങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജം. പശ്ചിമബംഗാളിലെ 15 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നാളെ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇടുക്കി മംഗളാദേവി ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് 8 പേർക്ക് പരിക്ക്.
$14 ദശലക്ഷം മൂല്യമുള്ള മോഷ്ടിക്കപ്പെട്ട 657 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.